ഹലോ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ പറ്റിയിട്ടാണ്. ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് ഇറ്റ്സ് എഫക്ട് ഓൺ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇതാണ് നമ്മുടെ പാട്ട്. അപ്പൊ ഇത് ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ മൊഡ്യൂൾ 1 ഒരു ചെറിയ പോർഷനാണ്. വളരെ കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ടാണിത്. പഠിക്കാനും എളുപ്പമാണ്. ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് മാത്രമേ വരാനും ചാൻസ് ഉള്ളൂ. ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണ്, പിന്നെ അതിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും അതുപോലെ തന്നെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും, പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ്, ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ ഹൈഡ്രജൻ ബോണ്ടിങ് എന്നുള്ള ഭാഗത്ത് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. Hydrogen bond is a special strong kind of dipole-dipole attraction between molecules, and such electrostatic interaction result from hydrogen atom covalently bonded to a highly electronegative atom, oxygen, nitrogen, fluorine, and another atom that is close to the hydrogen atom and is very electronegative. അതായത് ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഈ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഡൈപോൾ അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ആണ്. അതായത് ഒരു ഡൈപോൾ എന്ന് വെച്ചാൽ നമുക്കറിയാം ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആറ്റംസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. അതായത് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ HF കൺസിഡർ ചെയ്യാം. ആൻഡ് ഇവിടെ ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ആണ് ആൻഡ് ഇവിടെ ഡെൽറ്റ പോസിറ്റീവ് ചാർജ് ആണ്. സോ ദിസ് ഈസ് കൺസിഡർ ആസ് ഡൈപോൾ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്കൊരു ഡൈപോൾ എന്ന് പറയാം. അതായത് അപ്പോൾ ഡൈപോളും തമ്മിലുള്ള അട്രാക്ഷൻ അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ടൈപ്പ് ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഈ ഹൈഡ്രജൻ ബോണ്ട് ഏതൊക്കെ ആറ്റംസ് തമ്മിലാണ് ഫോം ചെയ്യാം? ഹൈഡ്രജനും മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ, നൈട്രജൻ, ഫ്ലോറിൻ പോലത്തെ ആറ്റംസ് തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുക. സോ ഇതാണ് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം. ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് ഹൈഡ്രജൻ ആറ്റം കോവാലന്റ്ലി ബോണ്ടഡ് ടു ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും ഹൈഡ്രജനും തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നതാ കാണിച്ചിട്ടുള്ളത്. സോ ഇതൊരു HF മോളിക്യൂൾ ആണ് ആൻഡ് ഇതെന്താ വേറൊരു HF മോളിക്യൂൾ ആണ്. ആൻഡ് ഈ ഒരു HF മോളിക്യൂളിൽ ഇത് ഒരു HF മോളിക്യൂൾ, ഇത് രണ്ടാമത്തെ HF മോളിക്യൂൾ. അപ്പൊ ഇവിടെ എന്താ ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ആൻഡ് ഡെൽറ്റ പോസിറ്റീവ് ചാർജ്. ആൻഡ് രണ്ടാമത്തെ HF മോളിക്യൂളിലോ ഡെൽറ്റ പോസിറ്റീവ് ചാർജ് ഹൈഡ്രജനിലുണ്ട് ആൻഡ് ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ഫ്ലൂറിനുണ്ട്. അപ്പോ ഇൻ ബിറ്റ്വീൻ ദീസ് ടു മോളിക്യൂൾ എ ഹൈഡ്രജൻ ബോണ്ട് ഈസ് ഫോംഡ്. അതായത് ഹൈഡ്രജനും ഒരു മോളിക്യൂളിന്റെ ഹൈഡ്രജനും മറ്റേ മോളിക്യൂളിന്റെ ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായ ഫ്ലൂറിനും തമ്മിൽ എന്ത് ഫോം ചെയ്യും? ഒരു ബോണ്ട് ഫോം ചെയ്യും. ആ ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയാം. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡാഷ് ലൈൻ വെച്ചിട്ട് കേട്ടാ. ഇതുപോലെ ഇങ്ങനെ ഡാഷ് ലൈൻ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോ ഹൈഡ്രജൻ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്ന വെച്ചാല് HF കൺസിഡർ ചെയ്താല് ഇവിടെ നെഗറ്റീവ് ചാർജ് എങ്ങനെയാ വരുന്നത്? ഇവിടെ പോസിറ്റീവ് ചാർജും വരും. അതെങ്ങനെ വരുന്നത്? ഫ്ലൂറിൻ എന്ന് പറയുന്നത് മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. സോ ഇവിടെ ഒരു കോവാലൻ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഫ്ലൂറിന് എന്ത് ടെൻഡൻസി ഉണ്ട്? മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജനിലെ ഇലക്ട്രോൺ പെയറിനെ അത് അട്രാക്ട് ചെയ്യും, അട്രാക്റ്റഡ് ടുവേർഡ്സ് ഇറ്റ് സെൽഫ്. സോ അങ്ങനെ ഇതിന് പാർഷ്യലി ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ഹൈഡ്രജൻ എന്താ ഒരു പാർഷ്യലി ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. സോ അങ്ങനെയാണ് ഒരു ഡൈപോൾ അവിടെ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു HF മോളിക്യൂൾ കൺസിഡർ ചെയ്താലും ഇതുപോലെ തന്നെ പോസിറ്റീവ് ചാർജ് ഇവിടെയും നെഗറ്റീവ് ചാർജ് ഇവിടെയും ഡെവലപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? ആൻഡ് ബിറ്റ്വീൻ ദീസ് ടു എന്താ ഈ ഫ്ലൂറിൻ
നെഗറ്റീവ് ചാർജ് ആണ് ആൻഡ് ഹൈഡ്രജൻ ഇസ് പോസിറ്റീവ് ചാർജ്. സോ ഫ്ലൂറിന് എന്ത് ടെൻഡൻസി ഉണ്ടാകും? ആദ്യം ഹൈഡ്രജന്റെ ഇലക്ട്രോൺ പെയറിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും, കാരണം ഫ്ലൂറിൻ മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട്. സോ അങ്ങനെ ഇവിടെ ഒരു ബോണ്ട് ഇവിടെ ഫോം ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇനി അടുത്തത് പറയുന്നത് കണ്ടീഷൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാൻ വേണ്ടത്? എല്ലാ മോളിക്യൂൾസും ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യില്ല, ചില കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റം ഇൻ ദ മോളിക്യൂൾ മസ്റ്റ് ബി കോവാലന്റ്ലി ബോണ്ടഡ് ടു സ്ട്രോങ്ലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. എന്താണത്? ഹൈഡ്രജൻ ആറ്റം കോവലന്റ്ലി ബോണ്ട് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം, സ്ട്രോങ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായിട്ട് ആയിരിക്കണം. പിന്നെന്താ വെച്ചാല് റിലേറ്റീവ്ലി സ്മോൾ സൈസ് ആയിരിക്കണം. ആ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിന് സ്മോൾ സൈസ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, HF ഫോം ഹൈഡ്രജൻ ബോണ്ട്, ബട്ട് HCl ഡസ് നോട്ട് ഫോം ഹൈഡ്രജൻ ബോണ്ട്. അതെന്തുകൊണ്ടാ? ഇത് രണ്ടും, ഫ്ലൂറിൻ ഈസ് ഇലക്ട്രോനെഗറ്റീവ് ആൻഡ് ക്ലോറിൻ ഈസ് ഇലക്ട്രോനെഗറ്റീവ്. ബട്ട് ക്ലോറിന്റെ സൈസ് ഫ്ലൂറിനെ കമ്പയർ ചെയ്യുമ്പോൾ ക്ലോറിന്റെ സൈസ് ഹൈ ആണ്. സോ സൈസ് കൂടുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി കുറയും. ദെൻ ഫ്ലൂറിൻ എന്താ? ഇറ്റ് ഈസ് എ സ്മോൾ സൈസ്ഡ് ആണ് ആറ്റം, അതുകൊണ്ട് ഈസിലി ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് കണ്ടീഷൻ? ഹൈഡ്രജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായിട്ട് ബോണ്ട് ചെയ്യണം. പിന്നെന്താണ്? ആ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം എന്ന് പറയുന്നത് സ്മോൾ സൈസും ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യത്തുള്ളൂ. ഇനി അടുത്തത് പറയാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതിലെന്തൊക്കെയാ പറയുന്നത് നോക്കാം. ഓൺലി oxygen, nitrogen, fluorine, and which have very high electronegativity and small atomic size are capable of forming hydrogen bond. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ സ്മോൾ സൈസും ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ പോലത്തെ ആറ്റംസ് ആണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുക. പിന്നെന്താ? ഹൈഡ്രജൻ ബോണ്ട് ഈസ് ലോങ്ങർ ആൻഡ് മച്ച് വീക്കർ ദാൻ നോർമൽ കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ടിനെക്കാളും വീക്കർ ആണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ബട്ട് സ്ട്രോങ്ങർ ദാൻ വാണ്ടർവാളും അതുപോലെ തന്നെ ഡൈപോളിനെ കാട്ടും എന്താണ് സ്ട്രോങ് ആയിരിക്കും ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് എനർജി ഈസ് അബൌട്ട് 5 kilocalorie per mole, and while that of covalent bond is about 50 to 100 kilocalorie per mole. Hydrogen bonding resulting in long chains or clusters of large number of associated molecules like as many tiny magnets. And like covalent bond, a hydrogen bond has a preferred bonding direction. And this is attributed to the fact that hydrogen bonding occurs through p orbital and which contain the lone pair of electron on X atom. And this implies that the atom HHH will be in the straight line. അതായത് നമ്മളിവിടെ എക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആയിരിക്കും കേട്ടോ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ തന്നെ കേസ് എടുക്കും, HF ആൻഡ് HF. അപ്പൊ ഇവിടെ എഫും എച്ചും തമ്മിൽ എന്താണ്? ഇവിടെ അല്ലേ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാം. സോ ഇതാണ് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഈ ഹൈഡ്രജൻ ബോണ്ടിങ്
ഒരു മോളിക്യൂളിൽ ഉണ്ടെങ്കിൽ അതിന് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ വാട്ടറിന് ഹൈ ബോയിലിംഗ് പോയിന്റ് ആവുന്നതിന് കാരണമൊക്കെ എന്താണ്? ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ? സൊലുബിലിറ്റി. ആൻഡ് സൊലുബിലിറ്റി, വോളറ്റാലിറ്റി ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ്, ദെൻ സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, ഇതൊക്കെ എന്താണ്? ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. The first one is solubility. Because of the hydrogen bonding that can occur between water molecules and alcohol molecules, lower alcohols are soluble in water, higher alcohols on the other hand are insoluble in water. അതായത് ഈ സോലബിലിറ്റിക്ക് കാരണം ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. വാട്ടർ മോളിക്യൂൾസില് ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, അതുകൊണ്ടാണ് അത് സൊലബിൾ ആവുന്നത്. അതുപോലെ തന്നെ ഈ ആൽക്കഹോൾസ് ഉണ്ടാവൂലേ, ലോവർ ആൽക്കഹോൾസ് ലൈക്ക് എത്തനോൾ, മെത്തനോൾ, ഈ ലോവർ ആൽക്കഹോൾസ് ഒക്കെ എന്താണ്? വാട്ടറിൽ സോലബിൾ ആണ്. അതിന് കാരണം ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ്. ബട്ട് ഹയർ ആൽക്കഹോൾസ് എന്താ? ഇൻസോലബിൾ ഇൻ വാട്ടർ ആണ്. കാരണം ഹയർ ആൽക്കഹോൾസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഹൈഡ്രോകാർബൺ ചെയിൻ വലുതായിരിക്കും. അപ്പൊ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടാകും. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹയർ ആൽക്കഹോൾസ് വാട്ടറിൽ ഇൻസോലബിൾ ആവുന്നത്. ഇനി അടുത്തത് വോളറ്റാലിറ്റി ആണ്. വോളറ്റാലിറ്റി മീൻസ് because of the compound that include hydrogen bonding between different molecules that have greater boiling point and they are less volatile than the other type of compound. അതായത് ഒരു മോളിക്യൂളില് അല്ലെ ഒരു കോമ്പൗണ്ടില് ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഹൈ ആയിരിക്കും. ബോയിലിംഗ് പോയിന്റ് ഹൈ ആവുമ്പോൾ എന്താ സംഭവിക്കാം? അതിന്റെ വോളറ്റൈൽ നേച്ചർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലെസ് വോളറ്റൈൽ ആയിരിക്കും. ഈ ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് ആണ് ഇനി അടുത്ത പറയുന്നത്. Hydrogen bonded compound typically have very high melting and boiling point, and because of the fact that hydrogen bond is comparatively stronger and additional energy is required to break hydrogen bond, and the compound with these bonds have high melting and boiling point. അതായത് ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള കോമ്പൗണ്ട്സിന് ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ഹൈ ആയിരിക്കും. കാരണം എന്താ വെച്ചാല് അതിന്റെ ബോണ്ട് മോളിക്യൂൾസ് തമ്മിൽ നല്ല സ്ട്രോങ് ബോണ്ട് ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ അഡീഷണൽ ആയിട്ട് എനർജി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഹൈ ആയിരിക്കും. അടുത്തത് സർഫസ് ടെൻഷൻ ആൻഡ് വിസ്കോസിറ്റി. The compound possessing hydrogen bonding exists into associated or dimer molecule, resulting in the difficulties in their flows. Hence, the surface tension and viscosity are comparatively higher. ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള കോമ്പൗണ്ടില് സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും ഹൈ ആയിരിക്കും എന്നാ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വാട്ടറിന് സർഫസ് ടെൻഷൻ ഹൈ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു വാട്ടറിന്റെ സർഫസില് ചില ഇൻസെക്റ്റോ ഒക്കെ അതിന്റെ മുകളിലോട്ട് നടന്നു പോകുന്നത് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ബ്ലേഡ് നമ്മുടെ വാട്ടർ സർഫസിൽ വെച്ചാൽ അത് മുങ്ങിപ്പോവില്ല, അത് നേരെ ഫ്ലോട്ട് ചെയ്യും ആ സർഫസിൽ. ഇതിനൊക്കെ കാരണം എന്താ? സർഫസ് ടെൻഷൻ ആണ്.
അതായത് വാട്ടർ മോളിക്യൂൾസിൽ സർഫസിൽ ചെലുത്തുന്ന ഒരു ഫോഴ്സ്. ആൻഡ് ഓൾസോ നമുക്ക് ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഈ ഒരു സർഫസ് ടെൻഷനിൽ പറയാൻ പറ്റും. ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ടല്ലേ വാട്ടർ മോളിക്യൂൾസ് ഒപ്പരം അട്രാക്ട് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത പറയാനുള്ളത് എഫക്ട്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതായത് ഹൈഡ്രജൻ ബോണ്ടിങ് കൊണ്ട് അസോസിയേഷനും സംഭവിക്കുന്നുണ്ട്, മോളിക്യൂളില് ഡിസോസിയേഷനും സംഭവിക്കുന്നുണ്ട്. ഫോർ കാർബോക്സിലിക് ആസിഡ് നമ്മൾ കൺസിഡർ ചെയ്താല് കാർബോക്സിലിക് ആസിഡില് അസോസിയേഷനാ സംഭവിക്കുക, എന്നിട്ട് ഡൈമർ ഫോം ചെയ്യും. അപ്പോ ഈ ഒരു ടൈപ്പ് മോളിക്യൂളിൽ എന്താണ് കോമ്പൗണ്ടിന് മോളിക്കുലർ വെയിറ്റ് ഹൈ ആയിരിക്കും എന്ന് പറയാം. അതുപോലെ തന്നെ ഡിസോസിയേഷൻ സംഭവിക്കുന്ന കോമ്പൗണ്ടും ഉണ്ട്. വെൻ HF ഹൈഡ്രജൻ ഫ്ലോറൈഡ് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ആക്കിയാൽ അത് ഡിസോസിയേഷൻ സംഭവിക്കുക. ഡിസോസിയേഷൻ സംഭവിച്ചിട്ട് which result in the formation of difluoride rather than fluoride ion. ഡിസോസിയേഷൻ സംഭവിച്ചിട്ട് എന്ത് ഫോം ചെയ്യും? ഡൈഫ്ലൂറൈഡ് ആണ് ഫോം ചെയ്യുക. F2- ആണ് ഫോം ചെയ്യുക. കാരണം എന്താ വെച്ചാല് HFന് ഹൈഡ്രജൻ ബോണ്ടിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. There is no formation of hydrogen bond between molecules of HCl, HBr and HI. This provides an explanation of why chemicals such as KHCl2, KHBr2, KHI2 and do not exist. അതായത് നമ്മൾ ഹൈഡ്രജൻ ഫ്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തെന്ന് വിചാരിക്കും. സോ അവിടെ എന്ത് സംഭവിക്കും? ഡിസോസിയേഷൻ സംഭവിക്കും. ഹൈഡ്രജൻ ഫ്ലോറൈഡ് അല്ലാണ്ട് നമ്മൾ ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് HCl. HCl നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ അത് ഡിസോസിയേഷൻ സംഭവിച്ചിട്ട് എന്ത് ഫോം ചെയ്യും? H+ഉം Cl- ഉണ്ടാകും. അവിടെ എന്താ ഉണ്ടാകുന്നത്? ക്ലോറൈഡ് അയോണ ഫോം ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ഫ്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ആക്കിയാൽ ഡിസോസിയേഷൻ സംഭവിച്ചിട്ട് എന്താ ഫോം ചെയ്യുക? ഡൈഫ്ലോറൈഡ് അയോണ ഫോം ചെയ്യുക. അതിന് കാരണം എന്താ വെച്ചാല് HFൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് HCl ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് അല്ല. കാരണം എന്താ? ഡ്യൂ ടു ബിഗ് സൈസ് ഓഫ് ദ ക്ലോറിൻ ആറ്റം. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ ഈ HCl, HBr, HIയിലൊക്കെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് KHCl2, KHBr2, KHI2 എന്ന കെമിക്കൽസ് ഒന്നും എക്സിസ്റ്റ് ചെയ്യാത്തത്. ബിക്കോസ് HCl, HBr, HI, this type of compound does not exist hydrogen bond. Okay. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രജൻ ബോണ്ടിങ് രണ്ട് തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. When hydrogen is bonded to two atoms of the same molecule, it is called intramolecular hydrogen bonding. അതായത് ഒരു മോളിക്യൂളിലെ തന്നെ ആറ്റംസ് തമ്മിൽ, രണ്ട് ആറ്റംസ് തമ്മിലാണ് ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുന്നത്. വിത്തിൻ ദ മോളിക്യൂൾ ആണ് ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ആൻഡ് this type of hydrogen bonding occur within the molecule. Okay. അപ്പൊ നമ്മുടെ ഹൈഡ്രജനും മോർ ഇലക്ട്രോനെഗറ്റീവ്
അത് തന്നെയാ പ്രസന്റ് ആയിട്ടുള്ളത്. ആ ഒരു മോളിക്യൂള് തന്നെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ് എക്സാമ്പിള്? സാലിസിലിക് ആസിഡ്, സാലിസിൽ ആൽഡിഹൈഡ്, എത്തിലീൻ ഗ്ലൈക്കോൾ, ഇതൊക്കെയാണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പിക്ചർ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് സാലിസിലിക് ആസിഡ് ആണ്. സാലിസിലിക് ആസിഡ് എന്ന് വെച്ചാൽ എന്താ സ്ട്രക്ചർ? ബെൻസിൻ റിങ്ങില് OH അതുപോലെ തന്നെ അതിന്റെ ഓർത്തോ പൊസിഷനില് COH. ഇതാണ് സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുക? ഈ ഹൈഡ്രോക്സി ഗ്രൂപ്പിന്റെ ഈ ഹൈഡ്രജനും കാർബോക്സിലിക് ഗ്രൂപ്പിന്റെ ഈ ഓക്സിജനും തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും വിത്തിൻ ദ മോളിക്യൂളാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഹൈഡ്രജനും ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനും തമ്മിൽ. വേറൊരു എക്സാമ്പിൾ ആണ് സാലിസിൽ ആൽഡിഹൈഡ്. സാലിസിൽ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ് ആൻഡ് ഇവിടെ OH ഗ്രൂപ്പ് ആൻഡ് ഓർത്തോ പൊസിഷനിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പോ ഹൈഡ്രോക്സി ഗ്രൂപ്പിന്റെ ഹൈഡ്രജനും ആൽഡിഹൈഡിന്റെ ഓക്സിജനും തമ്മിലാണ് ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സാലിസിൽ ആൽഡിഹൈഡും സാലിസിലിക് ആസിഡും. അപ്പോ ഇവിടെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞാല് ഇതിലെ ചിലപ്പോ 4 ഓപ്ഷൻസ് തരും. എന്നിട്ട് ചോദിക്കുക ഇതിൽ ഏതാണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുന്നത്, അല്ലെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതായത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് ബിറ്റ്വീൻ ദ മോളിക്യൂൾ ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ഡിഫറെന്റ് മോളിക്യൂൾ. അതായത് 2 മോളിക്യൂൾസിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഏതൊക്കെയാ? HF ആൻഡ് വാട്ടർ, NH3, ഇതൊക്കെയാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ എക്സാമ്പിൾ. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എങ്ങനെ ഫോം ചെയ്യുന്ന ഇവിടെ കാണിച്ചിട്ടുണ്ട്. HFന്റെ നോക്കിയാട്ടെ. HF ഇതൊരു മോളിക്യൂളാണ്. HF ഇത് ഒരു മോളിക്യൂള് ആൻഡ് ഇത് വേറൊരു മോളിക്യൂള് ആൻഡ് ഇത് വേറൊരു മോളിക്യൂള്. സോ ഇൻ ബിറ്റ്വീൻ മോളിക്യൂൾ അല്ലേ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാട്ടർ കൺസിഡർ ചെയ്താല് O 2 ഹൈഡ്രജൻ, O ആൻഡ് H 2 ഹൈഡ്രജൻ, ഇങ്ങനെ വാട്ടർ ഉണ്ട്. സോ ഈ ഒരു വാട്ടർ മോളിക്യൂളിന്റെ ഹൈഡ്രജനും ദെൻ മറ്റേ വാട്ടർ മോളിക്യൂളിന്റെ ഓക്സിജനും തമ്മിലാണ് ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോ നമ്മൾ ഇപ്പൊ പറഞ്ഞത് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരുന്നു. എന്തൊക്കെയുണ്ട്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഉണ്ട്. എന്നിട്ട് അതിന്റെ എക്സാമ്പിൾസും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതായത് ഹൈഡ്രജൻ ബോണ്ടിന്റെ സ്ട്രെങ്ത് വാണ്ടർവാൾ ഫോഴ്സിനും കോവാലന്റ് ബോണ്ടിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഉണ്ടാവുക. അതായത് കോവാലന്റ് ബോണ്ടിനേക്കാളും സ്ട്രെങ്ത് കുറവാണ് ഏതിന്? ഹൈഡ്രജൻ ബോണ്ടിന്. പക്ഷെ വാണ്ടർവാൾ ഫോഴ്സിനേക്കാളും ഡൈപോൾ ഫോഴ്സിനേക്കാളൊക്കെ എന്താ? ഹൈ ആയിരിക്കും ഉണ്ടാവുക. ഇനി അടുത്ത പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ എക്സാമ്പിൾസ് ആണ്.
വാട്ടറിലെ കാർബോക്സിലിക് ആസിഡ്, അമോണിയയിലൊക്കെ ഹൈഡ്രജൻ ബോണ്ടിങ് എങ്ങനെയുള്ളതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. സോ ഇതാണ് നമ്മുടെ വാട്ടർ മോളിക്യൂള്. വാട്ടർ മോളിക്യൂൾ എങ്ങനെയാണ്, ഏത് ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ടാണ് വാട്ടർ മോളിക്യൂളിൽ ഉണ്ടാവുക? ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അത് മറന്നു പോകരുത്. വാട്ടർ മോളിക്യൂളിൽ ഉണ്ടാവുന്ന ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും. സോ ഓക്സിജൻ ആൻഡ് ഇവിടെ ഹൈഡ്രജൻ ഇത് ഒരു വാട്ടർ മോളിക്യൂള്, ആൻഡ് ഓക്സിജൻ ഹൈഡ്രജൻ ഇത് വേറൊരു വാട്ടർ മോളിക്യൂള്. ഈ ഹൈഡ്രജനും ആൻഡ് അതർ വാട്ടർ മോളിക്യൂളിന്റെ ഈ ഓക്സിജനും തമ്മിലാണ് ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഹൈഡ്രജനും മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനും തമ്മിലാണ് വാട്ടറിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടാണ് ഫോം ചെയ്യുക വാട്ടറിൽ. ഇനി അടുത്തത് അമോണിയയിലെ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അമോണിയ എന്ന് വെച്ചാൽ നമുക്കറിയാം NH3 ആണ്. അതായത് NH3. അതുപോലെ തന്നെ NH3. സോ ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യാം? ഒരു അമോണിയ മോളിക്യൂളിന്റെ ഹൈഡ്രജനും ആൻഡ് മറ്റേ അമോണിയ മോളിക്യൂളിന്റെ നൈട്രജനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാം. ആൻഡ് നൈട്രജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ഈ അമോണിയ മോളിക്യൂളിൽ ഏത് ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ടാ ഫോം ചെയ്യുക? ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻ ബിറ്റ്വീൻ മോളിക്യൂൾ അല്ലേ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് HFലെ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് പറയുന്നത്. ഇവിടെ മോർ ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. അപ്പൊ ഫ്ലൂറിൻ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് ഹൈഡ്രജനുമായിട്ടായിരിക്കും. സോ ഇതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് ആൽക്കഹോൾ, ഇനി അടുത്തത് ആൽക്കഹോളിലെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏത് ടൈപ്പ് ആൽക്കഹോളും ആയിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ROH എന്ന് പറഞ്ഞിട്ട് ഒരു ആൽക്കഹോൾ കൺസിഡർ ചെയ്യാം. ഈ R എന്ന് പറയുന്നത് മീഥൈലോ ഈഥൈലോ ഏത് ഗ്രൂപ്പും ആവാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആൽക്കഹോളിലെ ഹൈഡ്രജനും ആൻഡ് മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനും തമ്മിലാണ് ഇവിടെ ബോണ്ടിങ് നടക്കുന്നത് കേട്ടോ. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഈ ആൽക്കഹോളിലും ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് തന്നെയാണ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് കാർബോക്സിലിക് ആസിഡിന്റെ കേസാണ്. കാർബോക്സിലിക് ആസിഡില് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായിട്ട് അതൊരു ഡൈമർ ആണ് ഫോം ചെയ്യുക. അതായത് hydrogen bonding between pure carboxylic acid molecule can result in dimer. സോ ഇങ്ങനൊരു ഡൈമറ ഫോം ചെയ്യാം. ഈ ഒരു പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. R, C and OH ഉണ്ട്.
ആൻഡ് ഇവിടെ O ഉണ്ട് ആൻഡ് RC ഡബിൾ ബോണ്ട് O OH ആൻഡ് O ഉണ്ട്. അപ്പൊ ഒരു കാർബോക്സിലിക് ആസിഡിന്റെ ഓക്സിജനും ആൻഡ് സെക്കൻഡ് കാർബോക്സിലിക് ആസിഡിന്റെ ഹൈഡ്രജനും തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഒരു കാർബോക്സിലിക് ആസിഡ് ഡൈമറിൽ എത്ര ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുക? 2 ഹൈഡ്രജൻ ബോണ്ടാണ് ഫോം ചെയ്യുക. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ആപ്ലിക്കേഷൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. It explains why H2O, HCN, etc. exist in the polymeric stage and exhibit abnormalities in boiling point, melting point, the heat of vaporization, dielectric constant, etc. And അതായത് ഈ വാട്ടറിനും ഹൈഡ്രജൻ സയനൈഡിനൊക്കെ അബ്നോർമാലിറ്റി ബോയിലിംഗ് പോയിന്റിലും മെൽറ്റിംഗ് പോയിന്റിലും ഒക്കെ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നതിന് കാരണം ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതിൽ ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് ആയതാണ് കാരണം. And it explains why the solvent like CHCl2F and CHCl3 etc. are more efficient solvent than similar solvents such as CCl4, CCl3F etc. അതായത് ഈ നമ്മൾ ഫസ്റ്റ് കേസ് പറഞ്ഞ സോൾവെന്റ്സ് ആയ CHCl2Fഉം CHCl3 ഒക്കെ മോർ എഫിഷ്യന്റ് ആയിട്ടുള്ള സോൾവെന്റ്സ് ആണ് ആസ് കമ്പയർഡ് ടു CCl4ഉം CCl3Fനെക്കാളും. കാരണം ഈ ഫസ്റ്റ് പറഞ്ഞ 2 സോൾവെന്റിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് ആയിട്ടുണ്ട്. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ അഡ്സോർപ്ഷൻ ആൻഡ് കറ്റാലിസിസ്. കറ്റാലിസിസിലും അഡ്സോർപ്ഷനിലും ഒക്കെ ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. It solves many complicated problems about the structure of inorganic compound. അതായത് നമ്മുടെ ഇനോർഗാനിക് കോമ്പൗണ്ട്സിലൊക്കെ എന്തുണ്ട്? ഇനോർഗാനിക് കോമ്പൗണ്ട്സ് DNA, പ്രോട്ടീൻ ഇതിലൊക്കെ എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. It clearly explains why one molecule of water in copper sulfate is associated with sulfate ion and thus discloses the structure. And also polypeptide chains-ലൊക്കെ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ആയിട്ടുണ്ട്. The concept of hydrogen bond has been involved in explaining diverse phenomena like the chemotherapeutic action of drug, binding of dyes in textile, adhesive actions of paint, lacquers, etc. അപ്പൊ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും പെയിന്റ്സിലും ഒക്കെ എന്താണ് നമ്മൾ ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടിന്റെ കോൺസെപ്റ്റ് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നാ പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ. ഇനി അടുത്തത് പ്രോപ്പർട്ടീസ് ആൻഡ് എഫക്റ്റ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ബോയിലിംഗ് പോയിന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, മെൽറ്റിംഗ് പോയിന്റിനൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. When we consider the boiling point of molecules, we usually expect molecule with a larger molar mass to have higher normal boiling point than molecule with a smaller molar mass. And this without taking hydrogen bond into account. അതായത് ഈ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ആയിരിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ടറിൽ എന്താ ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ആയിട്ടുണ്ട്. സോ വാട്ടർ മോളിക്യൂൾസിനാ ഇതൊരു വാട്ടർ മോളിക്യൂൾ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇത് വേറൊരു വാട്ടർ മോളിക്യൂൾ, ഇത് വേറൊരു വാട്ടർ മോളിക്യൂൾ. സോ വാട്ടർ മോളിക്യൂളിൽ എന്താ ഉള്ളത്? ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ആണ്.
സോ 2 വാട്ടർ മോളിക്യൂളിനെ കണക്ട് ചെയ്യുന്ന ഇതാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിചാരിക്കുക. ആൻഡ് ഇത് വേറൊരു ഹൈഡ്രജൻ ബോണ്ടിങ്. സോ ഈ വാട്ടർ മോളിക്യൂൾസിനെയൊക്കെ അവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിർത്തുന്നത് ഈ ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലേ. അപ്പൊ എന്താ, നമ്മളത് ടെമ്പറേച്ചർ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ആയതുകൊണ്ട് തന്നെ ഇത് വേഗം ഇവാപ്പറേറ്റ് ചെയ്ത് പോവില്ല. കാരണം ഇവിടെ ഒരു ബോണ്ട് പ്രസന്റ് ആയിട്ടുണ്ട്. ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇതിന് ഈ ഒരു മോളിക്യൂൾസിന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബോണ്ട് ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ എനർജി നമ്മൾ കൊടുക്കണം. സോ അതുകൊണ്ടാണ് ബോയിലിംഗ് പോയിന്റ് വാട്ടർ ലൈക്ക് സോൾവെന്റിന് ഹൈ ആയിട്ട് വരുന്നത്. വാട്ടറിനും HF അതുപോലെ തന്നെ NH3 ഇതിനൊക്കെ ഹൈ ബോയിലിംഗ് പോയിന്റ് ഉള്ളതിന് കാരണം ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ആയതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ടറിന് ബോയിലിംഗ് പോയിന്റ് ഹൈ ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഹൈഡ്രജൻ ഫ്ലോറൈഡിന് ബോയിലിംഗ് പോയിന്റ് ഹൈ ആണ്, ഗീവ് റീസൺ, അത് എന്തുകൊണ്ടാന്നുള്ളത് 4 ഓപ്ഷൻസ് തരും. അതിൽ ഹൈഡ്രജൻ ബോണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് വിസ്കോസിറ്റി ആണ്. The same effect that is seen on the boiling point as a result of hydrogen bonding can also be observed in the viscosity of certain substance. And substance capable of forming hydrogen bond tends to have a higher viscosity than those that do not form hydrogen bond. ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതിന് വിസ്കോസിറ്റി ഹൈ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് വാട്ടർ മോളിക്യൂൾ വിസ്കോസിറ്റി ലോ ആണ്. കാരണം വെള്ളത്തിന് വേഗം ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാല് വാട്ടർ മോളിക്യൂൾ എന്താണ്, സ്മോൾ ആണ്. അതുകൊണ്ട് തന്നെ അതിന് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നതുകൊണ്ടാണ് ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് ആയിട്ടും വിസ്കോസിറ്റി കൂടാൻ കാരണം. വിസ്കോസിറ്റി കൂടാനല്ല, വിസ്കോസിറ്റി കുറയാൻ കാരണം. ഇനി അടുത്തത് ഹൈഡ്രജൻ ബോണ്ടിങ് എന്നുള്ള പാട്ടിൽ പറയാനുള്ളതാണ് ഫാക്ടേഴ്സ് പ്രിവെന്റിങ് ഹൈഡ്രജൻ ബോണ്ടിങ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഇസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. Hydrogen bonding can't occur without the significant electronegativity differences and between hydrogen and atom it's bonded to. ഹൈഡ്രജൻ ബോണ്ട് ആയിട്ടുള്ള ഒരു ആറ്റവും തമ്മിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഇല്ല എങ്കിൽ അവ എന്താണ്, ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യില്ല. അപ്പൊ എന്താ പറയുന്നത്, ഹൈഡ്രജനും ഹൈ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റവും തമ്മിലാണ് എന്ത് ഫോം ചെയ്യുക, ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുക. Thus, we see molecules such as PH3 which do not participate in hydrogen bonding, and PH3 exhibit a trigonal pyramidal molecular geometry like that of ammonia. But unlike ammonia, it cannot hydrogen bond. അതായത് NH3 ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും, ബട്ട് PH3 എന്ത് ഫോം ചെയ്യില്ല, ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യില്ല. This is due to the similarity in the electronegativities of phosphorus and hydrogen. Both atoms have electronegativity 2.1 and thus there is no dipole moment. This prevents the hydrogen atom from acquiring the partial positive charge needed to hydrogen bond with a lone pair in another molecule. അതായത്
PH3 ഫോസ്ഫറസ് ഉണ്ട്, ഫോസ്ഫറസും ഹൈഡ്രജനും ആണ്. അപ്പോൾ ഈ ഫോസ്ഫറസും ഹൈഡ്രജനും തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റീസ് ഏതൊക്കെ? സിമിലാരിറ്റി ഇൻ ഇലക്ട്രോ നെഗറ്റിവിറ്റീസ് ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി തമ്മിൽ സിമിലാരിറ്റി ഉള്ളത്, അതുകൊണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാത്തത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് നൈട്രജനും ഹൈഡ്രജനും കൺസിഡർ ചെയ്താലോ, ഇലക്ട്രോ നെഗറ്റിവിറ്റി തമ്മിൽ ഹൈ ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി തമ്മിൽ ഹൈ ഡിഫറൻസസ് വേണം. അപ്പൊ ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, അമോണിയ ഫോം ഹൈഡ്രജൻ ബോണ്ട് ബട്ട് PH3 do not form hydrogen bond. Give reason. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അവിടെ കുറെ ഓപ്ഷൻസ് തരും. അതിൽ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? സിമിലാരിറ്റി ഇൻ ഇലക്ട്രോ നെഗറ്റിവിറ്റീസ് ഓഫ് ഫോസ്ഫറസ് ആൻഡ് ഹൈഡ്രജൻ. അടുത്തതാണ് അറ്റോമിക് സൈസ്. The size of donor and acceptor can also affect the ability of hydrogen bond. അപ്പൊ ഹൈഡ്രജൻ ബോണ്ടിനെ അഫക്ട് ചെയ്യുന്ന വേറൊരു ഫാക്ടർ ആണ് സൈസ് ഓഫ് ആറ്റം എന്ന് പറയുന്നത്. This can account for the relatively low ability of chlorine to form hydrogen bond. When the radii of two atoms differ greatly or are large, their nuclei can't achieve close proximity when they interact, resulting in a weak interaction. അതായത് സ്മോൾ സൈസ് ഓഫ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആയിരിക്കണം എങ്കിൽ മാത്രമേ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് HF ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നതും HCl ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാത്തതും. കാരണം ക്ലോറിന്റെ സൈസ് എന്ന് പറയുന്നത് ഹൈ ആണ്, ഫ്ലൂറിന്റെ സൈസ് ലോ ആണ്, സ്മോൾ സൈസ് ആണ് ഫ്ലൂറിന്. അതുകൊണ്ട് HF ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് HCl ക്ലോറിൻ എന്താണ്, സൈസ് ഹൈ ആണ്, അതുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നില്ല. അത് വീക്ക് ഇന്ററാക്ഷൻ ആണ് ഉണ്ടാവുക ക്ലോറിനും ഹൈഡ്രജനും തമ്മിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഹൈഡ്രജൻ ബോണ്ടിങ്ങും റിസൾട്ടിങ് ഇൻ ദ അസോസിയേഷൻ ഓഫ് മോളിക്യൂൾ റൈസസ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഡിക്രീസ്ഡ് ഇൻ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഈ വാട്ടറും H2S കൺസിഡർ ചെയ്താൽ വാട്ടറിനാണ് ബോയിലിംഗ് പോയിന്റ് അധികം ഉള്ളത്, കാരണം ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നതുകൊണ്ട്. ആൻഡ് NH3 PH3 കൺസിഡർ ചെയ്താൽ NH3 അധികം. ആൽക്കഹോൾ ആൻഡ് ROH ആൻഡ് RSH കൺസിഡർ ചെയ്താൽ ROH അധികം. ROH ആൻഡ് OR കൺസിഡർ ചെയ്താൽ ROH അധികം മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. സോ ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇപ്പോ വാട്ടറും ഹൈഡ്രജൻ സൾഫൈഡും തന്നു. സോ ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഏതിനാണ് അധികം, ബോയിലിംഗ് പോയിന്റ് ഏതിനാണ് അധികം, അതിന്റെ റീസൺ എന്താണ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പൊ ഇതൊക്കെ ഹൈഡ്രജൻ ബോണ്ടിങ് വെച്ചിട്ട് നമുക്ക് പറയേണ്ടത്. അടുത്തത് സോലുബിലിറ്റി. കോമ്പൗണ്ട്സ് whose molecule can form hydrogen bond with water molecule are soluble in water. അതായത് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വാട്ടറിൽ സോലുബിൾ ആയിരിക്കും. വാട്ടറിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണ്, അത് വാട്ടറിൽ സോലുബിൾ ആയിരിക്കും. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻക്രീസസ് സോലുബിലിറ്റി ഓഫ് കോമ്പൗണ്ട് ഇൻ വാട്ടർ. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഡിക്രീസസ്. അതായത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വെച്ചാൽ എന്താ, ബിറ്റ്വീൻ ദ മോളിക്യൂൾ ആണ്. ഓക്കെ, അപ്പോ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്
ബോണ്ടിങ് ആണെങ്കിൽ സോലബിലിറ്റി എന്ത് ചെയ്യും? സോലബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോലബിലിറ്റി ഓഫ് കോമ്പൗണ്ട് ഇൻ വാട്ടർ, അതായത് ഒരു കോമ്പൗണ്ടിന്റെ സോലബിലിറ്റി എങ്ങനെ നമ്മൾ പറയാം? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലബിലിറ്റി ഓഫ് ദ കോമ്പൗണ്ട് ഇൻ വാട്ടർ കൂടും. എക്സാമ്പിൾ പറയുന്നത് സോലബിലിറ്റി ഓഫ് ഓർത്തോനൈട്രോഫിനോൾ ഗ്രേറ്റർ ദാൻ മെറ്റ ആൻഡ് പാരാനൈട്രോഫിനോൾ. കാരണം ഇൻ ഓർത്തോനൈട്രോഫിനോളിന്റെ കേസ് എടുത്താൽ അവിടെ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ കേസിൽ സോലബിലിറ്റി ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ സോലബിലിറ്റിന്റെ കേസ് നമ്മൾ പറയുമ്പം ഇന്റർമോളിക്കുലാറും ഇൻട്രാമോളിക്കുലാറും കൺസിഡർ ചെയ്യണം. ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെങ്കിൽ സോലബിലിറ്റി എന്ത് ചെയ്യും? സോലബിലിറ്റി ഹൈ ആയിരിക്കും. ഈ ഓർത്തോനൈട്രോഫിനോൾ എന്ന് വെച്ചാൽ എങ്ങനെയാ നമുക്കതിനെ NO2 ആൻഡ് ഇത്. സോ ഇതിലെ ഓർത്തോനൈട്രോഫിനോൾ. സോ ഈ ഒരു ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ആൻഡ് ദിസ് ഈസ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഓർത്തോനൈട്രോഫിനോളിലുള്ളത്. അപ്പൊ സോലബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് മെറ്റ ആൻഡ് പാരാനൈട്രോഫിനോൾ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഉണ്ടാകുക. അപ്പൊ എന്താവും? സോലബിലിറ്റി ഡിക്രീസ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് എന്നുള്ള പാർട്ടിൽ പറയാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിട്ട് തന്നെ ഇതിൽ വരത്തുള്ളൂ. ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈഡ്രൈഡ് ഓഫ് ഹാലജൻ ഹാസ് മോർ ബോയിലിംഗ് പോയിന്റ് ഡ്യൂ ടു സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ട്? ഓപ്ഷൻസ് ഉണ്ട്. ഹൈഡ്രജൻ ഫ്ലോറൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ്, ഹൈഡ്രജൻ അയഡൈഡ്. അപ്പോ എന്താ ക്വസ്റ്റ്യൻ? ഹൈഡ്രൈഡ് ഓഫ് ഹാലജൻ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെ തന്നിട്ടുള്ളത്? ഹൈഡ്രജൻ ഫ്ലോറൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ അയഡൈഡ്. സോ ഹൈഡ്രൈഡ് ഓഫ് ഹാലജൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൽ ഏതിലാണ് ബോയിലിംഗ് പോയിന്റ് ഹൈ ആയിട്ടുള്ളത്? ഏതിലായിരിക്കും? ഹൈഡ്രജൻ ബോണ്ട് ഏതിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്? അതിലായിരിക്കും അല്ലെ? സോ ഏതാ കറക്റ്റ് ആൻസർ? ഹൈഡ്രജൻ ഫ്ലോറൈഡ്. ഓക്കെ. ഇനി അടുത്തത്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട് ഈസ് മോർ സിഗ്നിഫിക്കന്റ് ഇൻ സ്റ്റീം, വേപ്പർ, ലിക്വിഡ് ആൻഡ് ഐസ്. ഏതിലാ? ഐസ് ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഈ ഐസ് ക്യൂബ്സ് സ്റ്റിക്ക് ചെയ്യാൻ കാരണം ഏത് പ്രോപ്പർട്ടിയാ? ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്സ് ഐസ് ക്യൂബ്സ് സ്റ്റിക്ക് ചെയ്യുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ടർ ക്യാൻ ഫോം ഡാഷ് ഹൈഡ്രജൻ ബോണ്ട് പെർ മോളിക്യൂൾ. അതായത് നമ്മളൊരു വാട്ടർ മോളിക്യൂളിന് എത്ര ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും പെർ മോളിക്യൂളില്? ഓപ്ഷൻസ് 1, 2 and 3, 4.
വാട്ടർ മോളിക്യൂളിന് എത്ര ഫോം ചെയ്യാൻ പറ്റും? ഒരു വാട്ടർ മോളിക്യൂളിന് 2 ഹൈഡ്രജൻ ബോണ്ടാണ് കേട്ടോ ഫോം ചെയ്യാൻ പറ്റും. അത് മറന്നുപോറ്. ഒരു വാട്ടർ മോളിക്യൂളിന് ഫോം ചെയ്യാൻ പറ്റുന്ന ഹൈഡ്രജൻ ബോണ്ട് 2 എണ്ണം. വേറൊരു ക്വസ്റ്റ്യൻ ആണ്. The electronegative atom rarely responsible for the formation of hydrogen bond. ഹൈഡ്രജൻ ബോണ്ട് റെയർ ആയിട്ട് ഫോം ചെയ്യുന്ന ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ഏതാണ്? ഓപ്ഷൻസ്: ഹൈഡ്രജൻ, സോഡിയം, ക്ലോറിൻ ആൻഡ് ഹീലിയം. മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ഏതാ എന്നാ ചോദിക്കുന്നത്. ഹൈഡ്രജൻ ബോണ്ട് റെയർ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇതിൽ ഏതാണ് ആൻസർ? ക്ലോറിൻ ആണ് കറക്റ്റ് ആൻസർ. വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈഡ്രൈഡ് ഈസ് ഡിപ്രൈവ്ഡ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട്? ഓപ്ഷൻസ് ഉണ്ട്: മീഥേൻ ആൻഡ് NH3, then വാട്ടർ, HF. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ഈ തന്നിരിക്കുന്ന മോളിക്യൂളില് കോമ്പൗണ്ടില് ഏത് കോമ്പൗണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാത്തത്? ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മീഥേൻ, CH4 ആണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാത്തത്. ബാക്കി 3 മോളിക്യൂൾ എന്താ? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ പാട്ടിൽ നിന്ന് വരുള്ളൂ. ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക.